എന്ത് വൃത്തികേട് പറയാനും എന്ത് തോന്നിയാസം പറയാനും അച്ഛന്മാർക്ക് മടിയില്ലാത്തതായി വന്നത്. കാരണം ജനങ്ങളെ തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, ആധിപത്യം ഉപയോഗിച്ചുകൊണ്ട് അവരെ കീഴടക്കി ഞാൻ പറയുന്നത് കേട്ടാൽ മതി, അതിനപ്പുറത്തേക്ക് ആരും വേണ്ട എന്നുള്ള ഒരു ധാർഷ്ട്യഭാവത്തോടെയാണ് ഇന്ന് പല വൈദികരും. ഈ വൈദികരിൽ നിന്ന് ഈ ഭൗതികമായ ടെമ്പറൽ അഡ്മിനിസ്ട്രേഷൻ എത്രയും തീരുമാനമെടുക്കണം. എറണാകുളത്തുള്ള വൈദികരുടെ അടുത്ത ഗൂഢാലോചനയാണ് പരിശുദ്ധ ബലിയർപ്പണം കാണിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തുക. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ച ഫാദർ ആന്റണി പോതുവേലിയുടെ ഇന്റർവ്യൂവിന്റെ അവസാന ഭാഗമാണ്. ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രോഗ്രാം ബ്രോഡ്കാസ്റ്റ് ചെയ്യുവാൻ ഞങ്ങൾ ഇത്രയും കാലം താമസിച്ചതിന്റെ പ്രധാന കാരണം ഫാദർ ആന്റണി പോതുവേലിയുടെ രാജി സ്വീകരിക്കുകയും അദ്ദേഹം അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തതിനു ശേഷം മാത്രമേ ഈ പ്രോഗ്രാം ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയുള്ളൂ എന്ന് ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കുവാൻ വേണ്ടിയാണ്. ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങളെ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും ഫാദർ ആന്റണി പോതുവേലി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ മുൻപിലേക്ക് നേരിട്ട് കൊണ്ടുവരുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം എറണാകുളം അതിരൂപതയ്ക്ക് ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. കാരണം എറണാകുളം അതിരൂപതയിലുള്ള സാത്താൻ ബാധിതരായ ലോഹ തൊഴിലാളികളെ നന്നാക്കുവാൻ ഏറ്റവും വലിയ ഒരു വഴി അദ്ദേഹം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായിട്ട് സീറോ മലബാർ സഭയുടെ സിനഡിനോട് ഞങ്ങൾക്കുള്ള അഭ്യർത്ഥന, നിങ്ങളും തീർച്ചയായിട്ടും ഇത് കേൾക്കണം. എന്താണ് ആ ഒരു വഴി? കാര്യം നിങ്ങളെ കൊണ്ട് കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് നന്നാക്കാൻ പറ്റാത്ത എറണാകുളം വിമതരെ നന്നാക്കുവാൻ സാധിക്കുന്ന ഒരു വഴിയാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് ഞങ്ങളുടെയും അഭിപ്രായം. ഫാദർ ആന്റണി പോതുവേലി പറയുന്ന ആ ഒരു വഴി ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. അതിനു മുമ്പ് എറണാകുളത്ത് നടന്ന പല ഞെട്ടിക്കുന്ന ഗൂഢാലോചനകളുടെ കാര്യങ്ങളും ആന്റണി പോതുവേലി ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹം എങ്ങനെ സഭയ്ക്ക് വേണ്ടി എങ്ങനെ രക്തസാക്ഷിയായി തീർന്നു എന്നുള്ള സത്യവും അദ്ദേഹം ഇവിടെ പറയുകയാണ്. പലർക്കും വേണ്ടി ബലിയാടായി മാറിയ ഒരു വൈദികന്റെ കഥയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. എറണാകുളത്തുള്ള വിമതർ പറഞ്ഞു വരുന്നത് പോലെ അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കുകയോ അദ്ദേഹത്തിൽ നിന്ന് രാജി നിർബന്ധപൂർവം എഴുതി വാങ്ങുകയോ ചെയ്തതല്ല. സഭയ്ക്ക് വേണ്ടി സ്വയം രാജി സമർപ്പിക്കുക ചെയ്യുകയാണ് ഫാദർ ആന്റണി പോതുവേലി ചെയ്തത്. രാജി സമർപ്പണത്തിന് മുൻപ് തന്നെ ഈ ഒരു കാര്യം അദ്ദേഹം വോയിസ് ഓഫ് ട്രൂത്തിനോട് തുറന്നു പറഞ്ഞ വീഡിയോ ആണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നത്. രാജി നടന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥലമാറ്റ പ്രക്രിയ നടന്നും മാർച്ച് മാസമാണ്. എന്നാൽ ഡിസംബറിൽ രാജി സമർപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ അതിന്റെ പിറകിലുള്ള കഥ എന്താണെന്ന് ഫാദർ ആന്റണി പോതുവേലി തുറന്നു പറയുന്ന ഭാഗമാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അതിൽ സഭയ്ക്ക് വേണ്ടി അദ്ദേഹം എങ്ങനെ ബലിയാടായി എന്നും എന്തുകൊണ്ടാണ് താൻ രാജി സമർപ്പിക്കുന്നതെന്നും അതിനുശേഷം യാതൊരുവിധ പോർട്ട്ഫോളിയോയും എടുക്കാതെ സ്വയം അവധിയിൽ പ്രവേശിക്കുവാനാണ് തനിക്ക് ആഗ്രഹമെന്നും തുറന്നു പറയുന്ന ഭാഗവുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ കൃത്യതയോടുകൂടി ഇത് കാണുക. എറണാകുളത്ത് നടന്ന പല അബദ്ധ ജഡില ഗൂഢാലോചനകളും ഇതോടുകൂടി നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. നമുക്ക് കാണാം ഫാദർ ആന്റണി പോതുവേലി പറയുന്ന ഞെട്ടിക്കുന്ന സത്യങ്ങൾ എന്താണെന്ന്. ഒരു ട്രേഡ് യൂണിയൻ സ്റ്റൈലിലാണ് ഇവരുടെ എല്ലാം നിൽക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ക്രിസ്മസിന് തന്നെ ആ ട്രേഡ് യൂണിയനിസത്തിന്റെ ഒരു സാമ്പിളാണ് ഞാൻ പറയുന്നത്. അതായത് മാർപ്പാപ്പ 25-ാം തീയതി ഈ ഏരിയയുടെ കുർബാന നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്നതിനെ കുറിച്ച് അവര് പൊതു തീരുമാനമെടുത്തിട്ട് എല്ലാ അച്ഛന്മാരോടും അറിയിച്ചു. 10 മണിക്ക് 24-ാം തീയതി 10 മണിക്ക് പാതിരാ കുർബാനയുടെ തിരുക്കുറവയുടെ കർമ്മങ്ങൾ ആരംഭിക്കുക. 12 മണിക്ക് മുമ്പ് അതെല്ലാം തീർക്കുക. 24-ാം തീയതി കഴിഞ്ഞല്ലേ, ഇത് 25-ാം തീയതി അല്ലേ. 25-ാം തീയതി പകല് 25-ാം തീയതിയിൽ രാവിലെ 6:30-ക്കോ 7 മണിക്കോ 9 മണിക്കോ കുർബാന ചെയ്യുക. അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞനുസരിച്ചു. അതായത് 25-ാം തീയതി 25-ാം തീയതിയാണ് പറഞ്ഞത്. അല്ല, അങ്ങനെ ഒരു ടെക്നിക്കൽ വശം ഉണ്ടോ? ആ ലെറ്റർ മാപ്പാപ്പ പറഞ്ഞ വീഡിയോയിൽ 25 ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ?
അല്ല, ഈ മാർപ്പാപ്പ പറഞ്ഞു തന്നെ അവര് കൊടുത്ത വ്യാഖ്യാനം. അവര് വ്യാഖ്യാനിച്ചപ്പോൾ ഇത് ലോകം മുഴുവൻ കണ്ടതാ. മാർപ്പാപ്പ പറഞ്ഞ വീഡിയോ ലോകം മുഴുവൻ കണ്ടതാ. ഞാൻ അതിനെപ്പറ്റി തന്നെ അച്ഛനോട് ചോദിക്കുന്നത്, അച്ഛൻ തന്നെ ആ വിഷയം എടുത്തിട്ടു. ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാണ്, മാർപ്പാപ്പയുടെ വീഡിയോയിൽ ആ സന്ദേശത്തിൽ പറയുന്നത് ക്രിസ്തുമസ് ബലിയർപ്പണം, ക്രിസ്മസ് ദിനത്തിലുള്ള ബലിയർപ്പണം. ക്രിസ്മസ് ദിനത്തിലുള്ള ബലിയർപ്പണം എന്ന് പറഞ്ഞാൽ അതിൽ ക്രിസ്മസ് ദിനത്തിലെ ആദ്യത്തെ ബലിയർപ്പണം പാതിരാ കുർബാനയാണ്. എന്ന് പറഞ്ഞാൽ ഉണ്ണിയേശു ജനിക്കുന്ന ആ ഒരു ചടങ്ങിന്റെ കുർബാന. ഈ പ്രവാസികളായിട്ടുള്ള മലയാളികൾ, കേരളത്തിൽ പുറത്തുള്ളവര്, അവരൊക്കെ അവിടെ 12 മണിക്കല്ല, അവിടെ 10 മണിക്കും 7 മണിക്കും ഒക്കെ രാത്രി 24-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് കുർബാന നടത്താറുണ്ട്. അത് പാതിരാ കുർബാന എന്നാ പറയുന്നത്. ഇവരെ ക്രിസ്മസ് ദിനത്തിൽ നടത്തുന്ന കുർബാന. അപ്പം അത് 10 മണിക്ക് നടത്തിയാലും 12 മണിക്ക് മുമ്പ് നടത്തിയാലും അത് ഒരിക്കലും 24-ാം തീയതി സാധാരണ കുർബാനയല്ല. അങ്ങനായിട്ട് അത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇവര് നുണയന്മാരാണ്, സാത്താന സന്തതികളാണ്. കാര്യം അങ്ങനെ അല്ലല്ലോ മാർപ്പാപ്പ പറഞ്ഞു. മാർപ്പാപ്പയുടെ വാക്കുകളെ വളച്ചൊടിക്കുകയാണ് ചെയ്ത്. മാർപ്പാപ്പ പറഞ്ഞ ക്രിസ്മസ് ദിനത്തിലെ ബലിയർപ്പണത്തോടുകൂടി സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം നടത്തണമെന്നാണ്. ഈ പാതിരാ കുർബാനയാണ് ക്രിസ്മസ് ദിനത്തിലെ ഔദ്യോഗിക ബലിയർപ്പണം. അതിവർ 10 മണിക്ക് ചൊല്ലിയാലും 12 മുമ്പ് ചൊല്ലിയാലും മാർപ്പാപ്പ പറഞ്ഞ വാക്കിനെ വളച്ചൊടിക്കാൻ ഒക്കത്തില്ല. അല്ലെങ്കിൽ മാർപ്പാപ്പ പറയണമായിരുന്നു ഡിസംബർ 25-ാം തീയതി മുതലുള്ള കുർബാന. അങ്ങനെ ഒരു വേട് വീഡിയോയിലുള്ളതായിട്ട് എനിക്കറിയത്തില്ല. ഞങ്ങൾ കേട്ട അങ്ങനെ ഒരു ഭാഗത്ത് ഡിസംബർ 25 ഒരു ഡേറ്റ് പറഞ്ഞിട്ടില്ല. ക്രിസ്മസ് ഡേ എന്നാ പറഞ്ഞത്. ക്രിസ്മസ് ഡേ എന്ന് പറയുമ്പോൾ അന്നത്തെ ദിവസം അർപ്പിക്കുന്ന ബലിയർപ്പണം എന്നാണ് സാധാരണ വിശ്വാസികൾ മനസ്സിലാക്കുന്നത്. മാർപ്പാപ്പ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിച്ചു ആ ഡേറ്റ് ആണ്. അച്ഛൻ അങ്ങനെ കേട്ടതായിട്ട് തോന്നുന്നുണ്ടോ 25 എന്നുള്ള ഡേറ്റ്? മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശം സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമാകാതെ ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ അത് ഈ അച്ഛന്മാർക്ക് മാത്രമേ ഉള്ളൂ. കാരണം അത് വ്യക്തമാകാത്തത് കൊണ്ടല്ല. മാർപ്പാപ്പ പറഞ്ഞതിനെ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ദുർവ്യാഖ്യാനം ചെയ്തതാണ്. കാരണം മാർപ്പാപ്പ ഇന്ന സമയത്ത് കുർബാന ചെല്ലണമെന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ടില്ലെന്നാണ് അവരുടെ ഭാഷ്യം. അതായത് ഇന്ന സമയത്ത് ചെല്ലണമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ക്രിസ്മസിന് ഒരു ഏകീകൃത കുർബാന ചെല്ലണം എന്ന് മാത്രമേ മാർപ്പാപ്പ പറയുള്ളൂ. അതായത് ഏത് സമയത്തെന്നോ പാതിരാ കുർബാന എന്നോ നേരം വെളുത്തുള്ള കുർബാന എന്നോ അങ്ങനെയൊന്നും മാർപ്പാപ്പ പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ മാർപ്പാപ്പയെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശത്തെ വളച്ചൊടിച്ച് അവരുടെ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് അവർ ചെയ്തത്. മാത്രമല്ല വേറൊരു കാര്യം കൂടി ചെയ്തു. ഏകീകൃത കുർബാന മാർപ്പാപ്പ പറഞ്ഞതനുസരിച്ച് നമ്മൾ ഏകീകൃത കുർബാന ചൊല്ലും. ആ ചെല്ലുന്ന കുർബാന 2 മണിക്കൂർ ദൈർഘ്യമെടുത്ത് വേണം ചെല്ലാനുള്ള നിർദ്ദേശം കൂടി അവർ പരസ്പരം കൈമാറിയിരുന്നു. അത് ശരി. അപ്പൊ കൂടാതെ തന്നെയാണ്. അതായത് ഈ 2 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് 2 മണിക്കൂർ? ഇപ്പോ കുർബാനക്രമത്തില് സ്വർഗസ്നായ പിതാവ് 3 പ്രാവശ്യം ചെല്ലും, ത്രൈശുദ്ധ കീർത്തനം, ലാകുമാറ അതെല്ലാം 3 പ്രാവശ്യം വീതം ചെല്ലും. പിന്നെ അങ്ങനെ ഈ കുർബാനക്രമത്തിൽ ഓപ്ഷൻ അനുവദിച്ചിട്ടുണ്ടല്ലോ. അതായത് ചില പ്രാർത്ഥന നമുക്ക് വിട്ടുകളയാം, ചില കാര്യം ഓപ്ഷൻ എടുക്കാം. ആ ഓപ്ഷൻ ഒന്നും എടുക്കാതെ ഓപ്ഷൻ എല്ലാം കൂടി ആദ്യം മുതൽ A to Z വരെയുള്ള പ്രാർത്ഥനകളെല്ലാം കൂടി ചൊല്ലി 2 മണിക്കൂർ ദൈർഘ്യം. ഇനി ആരും സിനഡ് കുർബാന ആവശ്യപ്പെട്ട് വരാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ റാസാക്രമവും ആഘോഷമായ കുർബാന ക്രമവും മിക്സ് ചെയ്ത് നീട്ടി വലിച്ച് ജനങ്ങളെ ഇതിൽ നിന്ന് പേടിച്ചൊളിക്കാൻ തക്കവണ്ണം ജനങ്ങളെ ഭയപ്പെടുത്തുക. അതാണ് ഒരു പള്ളിയില് അച്ഛൻ ഈ ഏകീകൃത കുർബാന രാസകുർബാന ചെല്ലിയത്. ആളുകൾക്കെല്ലാം അറിയാമോ? ഇതാണ് സിനഡ് കുർബാന. സിനഡ് കുർബാന ഇത്ര സമയം എടുക്കും, 2-2.5 മണിക്കൂർ എടുത്തു. അപ്പോൾ ചിലര് ഇതാണെങ്കിൽ അത് സിനഡ് കുർബാന വേണ്ട. അങ്ങനെ ഒരു പ്രതികരണം ആളുകളിൽ നിന്ന് വരുത്താനായിട്ടുള്ള ഗൂഢമായ ആലോചനയിലാണ് ഇവരെല്ലാം ചെയ്യുന്നത്. ഇതൊരു വലിയൊരു കൂടാലോചന. ഇത് ശരിക്കും പറഞ്ഞാല് ഇത് വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇപ്പം ഫാദർ ആന്റണി പോതുവേലി, നമ്മുടെ സെന്റ് മേരീസ് ബസിലിക്ക വികാരി, സ്വയം പറയുന്നത്, അദ്ദേഹം എറണാകുളം രൂപതയുടെ വൈദികനാണ്, സിനഡിനോടൊപ്പം നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഇവിടുത്തെ വൈദിക വൃന്ദം ഗ്രൂപ്പ് അവരുടെ ഇടയിൽ ഒരു ഗൂഢാലോചന നടന്നു, ജനങ്ങളെ ഭയപ്പെടുത്തുക. കാരണം ഇവിടെ ഒരു ആയുധം കാണിച്ചല്ല ജനങ്ങളെ ഭയപ്പെടുത്തുന്നത്, പരിശുദ്ധ ബലിയർപ്പണം കാണിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തുക. ഇത് ലോകത്തൊരിടത്തും നടക്കാത്ത വളരെ വലിയ ഒരു അത്ഭുത തന്ത്രമാണ് എറണാകുളത്ത് നടക്കുന്നത്. ജനങ്ങളെ ഭയപ്പെടുത്തി പരിശുദ്ധ ബലിയർപ്പണത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. സാധാരണ ലെവലില് രീതിയില് വൈദികരുടെ കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ ബലിയർപ്പണത്തിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ മാർപ്പാപ്പയുടെ വാക്കുകളെ വളച്ചൊടിച്ച്
മാർപ്പാപ്പയുടെ വാക്കുകൾ ഞങ്ങൾ കേട്ടു, എന്നാൽ നിങ്ങൾ ഇത് കാണരുത്, നിങ്ങൾ ഇതിൽ പങ്കെടുക്കരുത്. കാരണം ഇത് 2 മണിക്കൂറും അതിൽ കൂടുതലുമുണ്ട്. നിങ്ങൾ ഇതിൽ പങ്കെടുത്താൽ നിങ്ങളുടെ സമയം നഷ്ടം വരും. ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് ജനങ്ങളെ നോക്കി നിൽക്കുന്ന ഈ 40 മിനിറ്റ് പരിപാടി മതി എന്ന് ജനങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കത്തക്ക രീതിയിലുള്ള വലിയൊരു ഗൂഢാലോചന ഇവിടെ എറണാകുളത്ത് നടന്നിരിക്കുന്നത്. ശരിക്ക് സിനഡാണ്, സഭയാണ് ഇതിലേക്ക് നോക്കേണ്ടത്. തീർച്ചയായിട്ടും സിനഡ് ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. സിനഡ് ഇതിൽ ഒരു തീരുമാനമെടുക്കണം. എറണാകുളത്തുള്ള വൈദികരുടെ അടുത്ത ഗൂഢാലോചനയാണ് പരിശുദ്ധ ബലിയർപ്പണം കാണിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തുക. വിശ്വാസികളോട് വോയിസ് ഓഫ് ട്രൂത്തിനും പറയാനുള്ളത്, ഇത് ശരിക്ക് ഇവരുടെ ഗൂഢാലോചനയാണ്. സിനഡൽ ക്രമം അനുസരിച്ചുള്ള ഏകീകൃത ബലിയർപ്പണം 50 മിനിറ്റ് മാത്രമേ ഉള്ളൂ, മാക്സിമം 50 മിനിറ്റ്. ഇവര് കാണിച്ച തന്ത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ റാസാക്രമം ഏകദേശം 1 മണിക്കൂർ 40 മിനിറ്റ് ആണ് റാസാക്രമം പൂർണ്ണ രൂപത്തിൽ അർപ്പിച്ചു കഴിഞ്ഞാലുള്ളത്. സാധാരണ ലെവലിൽ റാസാക്രമം പൂർണ്ണ രൂപത്തിൽ ഒരിടത്തും അർപ്പിക്കാറില്ല. അത് വർഷത്തിൽ 1 അല്ലെ 2 പ്രാവശ്യം മാത്രമേ ഉള്ളൂ. അതും വളരെ അധികം ഓപ്ഷൻ മുഴുവൻ ഉപയോഗിച്ച് നടത്തിയാൽ പോലും 1 മണിക്കൂർ 40 മിനിറ്റേ ഉള്ളൂ. സാധാരണ ലെവലിൽ 1.5 മണിക്കൂർ കൊണ്ട് റാസാക്രമം തീരും. അവിടെയാണ് 2 മണിക്കൂർ എന്നുള്ള മാജിക് ഫിഗറിലേക്ക് ഇവർ പോയത്. ഇവർ ചെയ്ത ഗൂഢാലോചന വളരെ രസകരമാണ്. ഇവർ ചെയ്തത് പൂർണ്ണ റാസയും അതിനോടൊപ്പം തന്നെ ആഘോഷ ബലിയർപ്പണവും മിക്സ് ചെയ്ത് ഒന്നുമല്ലാത്ത രീതിയിൽ ഈ ബലിയർപ്പണത്തെ വികലമാക്കുകയാണ് ചെയ്തത്. 2022 ഡിസംബർ 23 ഇവര് നടത്തിയ ബസിലിക്ക മാരത്തോൺ ബലിയർപ്പണ നാടകം വീണ്ടും ആവർത്തിക്കുവാനാണ് എറണാകുളത്തെ വിമത ലോഹധാരികൾ ശ്രമിച്ചത് എന്നുള്ളതാണ് സത്യം. ഇത് എറണാകുളത്തെ വിശ്വാസികൾ മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അച്ചോ, ഇതിൽ ഇവർ വിജയിച്ചു എന്ന് വേണം കരുതാൻ. ഇവരിങ്ങനെ ചെയ്ത ഈ ഒരു നാടകം ജനങ്ങളിലേക്ക് ഒരു ഭയം എത്തിച്ചു. ബലിയർപ്പണം അല്ലെങ്കിൽ സിനഡൽ കുർബാനക്രമം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല എന്ന് ഇവർ അർത്ഥമാക്കുന്നുണ്ടോ? അങ്ങനെ ഈ കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷം പള്ളിമുറ്റത്തിറങ്ങിയ പല സ്ത്രീകൾ പറഞ്ഞതായിട്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്നുണ്ട്, ഈ കുർബാന ഇനി ഇവിടെ വേണ്ട കേട്ടോ, ഈ കുർബാന ഇനി ഇവിടെ വേണ്ട. കാരണം ഇതാണ് സിനഡ് കുർബാന എന്ന് ഞങ്ങൾ ഇപ്പോഴല്ലേ അറിയുന്നത്. അതങ്ങനെ ഒരു വശത്ത്. എന്നാൽ വേറൊരു വശത്ത് വേറെ കാര്യമുണ്ട്. ഈ 50-50 ഫോർമുല പാലിച്ചുകൊണ്ട് കുർബാന അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ പലയിടവും പോസിറ്റീവായിട്ട് പ്രതികരിച്ചവരുണ്ട്. അവർ പറഞ്ഞു, ഇത്രയേ ഉള്ളോ കാര്യം, ഈ ഇത്ര സമയം 10 മിനിറ്റ് സമയം അങ്ങോട്ട് തിരിയുന്നതിന് വേണ്ടിയിട്ടാണോ അച്ഛന്മാർ ഈ ബഹളങ്ങൾ ഉണ്ടാക്കുന്നത്? ഇത് വല്ലാത്ത ഒരവസ്ഥ തന്നെയെന്ന് അങ്ങനെ പോസിറ്റീവായിട്ട് പറഞ്ഞ ആളുകളുണ്ട്. സത്യം മനസ്സിലാക്കിയ ജനങ്ങളുമുണ്ട്. സത്യം മനസ്സിലാക്കിയ ജനങ്ങളുമുണ്ട്. അപ്പോൾ ഈ അച്ഛന്മാര് ജനങ്ങളോട് ഒരിക്കലും സത്യമായ കാര്യം പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല. അവരെപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ കുർബാനക്രമം നടത്തിയാൽ ഉളവാകുന്ന ചില ദൂഷ്യങ്ങളെക്കുറിച്ചാണ് അവർ പറയുന്നത്. ഈ കുർബാനക്രമം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കാലക്രമത്തിൽ നൊവേന അപ്രത്യക്ഷമാകും, കുരിശിൻ്റെ വഴി അപ്രത്യക്ഷമാകും, ആരാധന ഉണ്ടാവുകയില്ല, കൊന്ത ഉണ്ടാവുകയില്ല. ഇങ്ങനെയുള്ള സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന നോൺ സാക്രമെൻ്റലായിട്ടുള്ള പല ഭക്ത അഭ്യാസങ്ങളൊക്കെ ഇല്ലാതായി പോകും. അത് നിങ്ങൾക്ക് വേണോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുക. ഇപ്പം ഞാൻ ഇവിടുന്ന് മറ്റൊരു പള്ളിയിൽ നിന്ന് മൂഴിക്കുളത്തേക്കാണ് എനിക്ക് സ്ഥലമാറ്റം കിട്ടിയത്. അപ്പോൾ എനിക്ക് ഞാൻ ചെല്ലുമ്പോൾ അവിടുന്ന് സ്ഥലമാറ്റം പോയാൽ വിചാരിച്ച് തലേ ഞായറാഴ്ച തന്നെ അവിടെ പറഞ്ഞതായിട്ട് അവിടെയുള്ള ആളുകൾ എന്നോട് പറഞ്ഞത്, പുതിയ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഇനി ഇവിടെ നൊവേന ഉണ്ടാവില്ല, നമ്മുടെ കുരിശിൻ്റെ വഴി ഉണ്ടാകില്ല, ആരാധന ഉണ്ടാകില്ല, കൊണ്ട ഉണ്ടാകില്ല. അങ്ങനെയുള്ള ഒരു അച്ഛനെ നിങ്ങൾക്ക് വേണോ എന്ന് ജനങ്ങളോട് അൽത്താരയിൽ ചോദിക്കുകയാണ്. അവരാരും മറുപടി പറഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പറയുമ്പോൾ സാധാരണ ഗ്രാമപ്രദേശമായ മൂഴിക്കുളത്തെ ആളുകൾ അങ്ങനെയാണെങ്കിൽ ശരിയാണ്, അച്ഛൻ പറഞ്ഞില്ലെങ്കിൽ കാര്യമുണ്ടാവില്ല, അതിന് അച്ഛൻ അൽത്താരയിൽ നിന്ന് നുണ പറയുമോ എന്നൊക്കെയാണ് പറയുന്നത്. ഇന്ന് അൽത്താരയിൽ നിന്ന് എന്ത് വൃത്തികേട് പറയാനും എന്ത് തോന്നിയാസം പറയാനും അച്ഛന്മാർക്ക് മടിയില്ലാത്തതായി തീർന്നിരിക്കുന്നു. കാരണം അച്ഛൻ ഒരു അപ്രമാദിത്യ സ്വഭാവത്തോടെയാണ് അൽത്താരയിൽ നിന്ന് പെരുമാറുന്നത്. ജനങ്ങളെ തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, ആധിപത്യം ഉപയോഗിച്ചുകൊണ്ട് അവരെ കീഴടക്കി ഞാൻ പറയുന്നത് കേട്ടാൽ മതി, അതിനപ്പുറത്തേക്ക് ആരും വേണ്ട
എന്നുള്ള ഒരു ധാർഷ്ട്യഭാവത്തോടെയാണ് ഇന്ന് പല വൈദികരും നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വൈദികരിൽ നിന്ന് ഈ ഭൗതികമായ ടെമ്പറൽ അഡ്മിനിസ്ട്രേഷൻ എത്രയും വേഗം എടുത്തു നിൽക്കണം. എല്ലാ വൈദികരും ആത്മീയ ശുശ്രൂഷകരായി മാറണം. അച്ഛന്മാർക്ക് ഈ ടെമ്പറൽ അഡ്മിനിസ്ട്രേഷൻ ഉള്ളതുകൊണ്ടാണ്, പണവും അധികാരവും കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഇത്ര ധിക്കാരപരമായി പെരുമാറുന്നത്. അതെല്ലാം ആത്മാവിലെത്തിക്കട്ടെ. അതെല്ലാം ഓരോ ഇടവകയിലെ അച്ഛൻ ആത്മീയമായ ശുശ്രൂഷയിൽ മാത്രമേ ഏർപ്പെടട്ടെ. അപ്പോഴറിയാം തനിത്തങ്കമായ ആയിട്ടുള്ള അച്ഛന്മാരാരാണെന്ന് അപ്പോൾ അറിയാൻ സാധിക്കും. ഇപ്പോൾ ടെമ്പറൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് അച്ഛനെ പൂർണ്ണമായി മുക്തമാക്കുക. അതെല്ലാം അന്മായരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കുക. അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ പണവും സ്ഥാപനങ്ങളുടെയും സമ്പന്നമായ പള്ളികളുടെയൊക്കെ തലത്തിൽ തിരിക്കുന്ന അച്ഛന്മാർ അവിടെ ഒത്തിരിയേറെ ക്രമക്കേടുകളുണ്ട്. അവിടെയൊക്കെ ഇപ്പം ഇവിടെ നടക്കുന്ന ഈ സംഭവങ്ങൾക്ക് എവിടെ നിന്നാണ് പണം വരുന്നത് അതൊന്നും അന്വേഷിക്കണ്ടേ? എവിടെ നിന്നാണ് ഈ സോഴ്സ് ഓഫ് ഇൻകം അന്വേഷിക്കണ്ടേ? ആ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഈ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നും, സമ്പന്നമായ സ്ഥാപനങ്ങളിൽ നിന്നും, സമ്പന്നമായ ഇടവുകളിൽ നിന്നും ധാരാളമായി പണം ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആരോടാണ് അക്കൗണ്ടബിലിറ്റി ഉള്ളത്? ഒരു ഇടവകയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു നയപെട്ട കഴിഞ്ഞ പാരിഷ് കൗൺസിലുണ്ട്. പക്ഷേ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് അച്ഛന്മാരോട് ആരോടാണ് അക്കൗണ്ടബിലിറ്റി ഉള്ളത്? അതിന് മുകളിൽ അവർക്ക് മുകളിലൊരു ഇതില്ല, സിസ്റ്റം ഇല്ലേ നമ്മുടെ രൂപതയിൽ? അവിടെ ഒരു ഡയറക്ടർ ബോർഡ് ഉണ്ടെങ്കിലും അച്ഛനാണല്ലോ തലപ്പത്ത്. അച്ഛൻ ഈ ഡയറക്ടർ ബോർഡുള്ളവരെ അങ്ങനെയുള്ളവരെ നിൽക്കുന്നത് അവർക്ക് ഏറാൻ മുകളിലായിട്ടുള്ളവരെ നിൽക്കുള്ളൂ. അപ്പോൾ അവരൊന്നും ചോദ്യം ചെയ്യില്ല. എന്ത് കൊണ്ടുവരായ്മ ചെയ്താലും അവരാരും ചോദ്യം ചെയ്യില്ല. അരമണിക്കൊരു അക്കൗണ്ട്സ് കമ്മിറ്റി ഇല്ലേ ഇതിനെ മോണിറ്റർ ചെയ്യാനും ചെക്ക് ചെയ്യാനും? ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസിന് അതായത് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ ഓടുന്നത് അവരുടെ കണക്കുകൊണ്ട് കസർത്ത് കാണിക്കാൻ പറ്റും. അപ്പൊ അച്ഛൻ പറയുന്നത് ഈ സമ്പത്താണ് ഈ വൈദികരെ ദുഷിപ്പിച്ചതെന്നൊരു ധാരണ അച്ഛൻ. സമ്പത്തും അധികാരം. അപ്പൊ ഇന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോഴേ വിശ്വാസികൾ എറണാകുളം രൂപതയില് ഈ ഇടവകയിൽ തന്നെയുള്ള വിശ്വാസികളും അത് പറയുന്നത് ഇത് തന്നെയാണ് പറയുന്നത്. ഈ വൈദികരെ നശിപ്പിച്ചത് ഈ സമ്പത്തും അധികാരവുമാണ്. ഇത് രണ്ടും അവരിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ഇപ്പൊ അച്ഛൻ പറഞ്ഞ അതേ ഒരു ചിന്താഗതിയാ വിശ്വാസികൾക്കുള്ളത്. അപ്പൊ ഇത് ചെയ്യേണ്ടത് ആരാണ്? സിനഡാണോ ഇത് ചെയ്യേണ്ടത്? ഈ ഇങ്ങനൊരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ അത് വൈദികരിൽ നിന്ന് ഈ അധികാരവും സമ്പത്ത് വിനിയോഗ നിയന്ത്രണമൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ അതാരാ ചെയ്യുന്നത്? സിനഡാണോ ചെയ്യുന്നത്? അപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തില് സിനഡ് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. കാരണം ഇതിപ്പോ എറണാകുളം രൂപതയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ സീറോ മലബാർ സഭ, കത്തോലിക്ക സഭ ആകമാനം ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ആര് പൂച്ചയ്ക്ക് ആര് മണി കിട്ടും എന്നുള്ളത് എല്ലാവരെയും അലട്ടുന്ന ഒരു ചോദ്യമാണത്. ഇതൊക്കെ പറയാമെന്നല്ലാതെ എല്ലാവരും പ്ലീസ് ചെയ്തുകൊണ്ട് പോകുന്ന രീതിയാണ്. ഒരു തെറ്റായ ഒരു അച്ഛന്മാരുടെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും എൻ്റെ ലോകയിൽ ചെടി നിർത്തി വിടാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഇവിടെ അടുത്തൊരു അനീതി കണ്ടാൽ പോലെ ഞാനിപ്പോൾ ഇടപെട്ടിട്ട് എന്താ കാര്യം? ഞാൻ ഇടപെടുന്നില്ല. ഞാൻ ഇടപെട്ടിട്ട് കാര്യമൊന്നുമില്ല. വെറുതെ എൻ്റെ പിന്നെ അവരെല്ലാവരും എൻ്റെ തലയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണല്ലോ. ഞാനെന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെട്ട് വെറുതെ മറ്റുള്ളവരുടെ ചീത്തയും തിരികെ കേൾക്കേണ്ടത്? അതുകൊണ്ട് ഒരു മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ജീവിതമല്ല അച്ഛന്മാരുടെ. അതായത് ജീവിതം എന്ന് വളരെ സുഖകരമായി കൊണ്ടുപോവുക. ഇപ്പോൾ ഏതോ ഒരച്ഛൻ തൻ്റെ ഓർഡിനേഷൻ കഴിഞ്ഞപ്പോൾ 20 അച്ഛനാണ്. ഒരു അച്ഛൻ ഓർഡിനേഷൻ കഴിഞ്ഞ ആദ്യത്തെ വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ ഗ്യാതറിങ് കൂടിയപ്പോൾ അവരോടിങ്ങനെ പറഞ്ഞതാരിങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് ഒരു വർഷത്തെ അനുഭവം എങ്ങനെയാണത്? അടിച്ചു പൊളിച്ച് ജീവിക്കുക, പെണ്ണ് കേസിൽ പെടാതിരുന്നാൽ മതി. അപ്പൊ അങ്ങനെ വരുമ്പോൾ അടിച്ചു പൊളിച്ചിരിക്കണമെങ്കിൽ പൈസ വേണം, അപ്പോൾ സമ്പത്ത് വേണം, പിന്നെ അധികാരം വേണം. ഇങ്ങനെയുള്ള ഇടാവുടങ്ങളിൽ ചെന്ന് പെടാതിരുന്നാൽ മതി. അങ്ങനെയുള്ള അതായത് ഒരു മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ക്രിസ്തു പ്രബോധനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതമൊന്നും അല്ല അച്ഛന്മാർ നയിക്കുന്നത്. ഇപ്പോൾ എത്രയോ അച്ഛന്മാർ ഇപ്പോൾ പണ്ടത്തേക്കാർ പുറത്തു വരുന്ന ഇറങ്ങുന്ന ഒരു സിനിമയും വിടാതെ കാണുന്ന അച്ഛന്മാരുണ്ട്. പിന്നെ ആഴ്ചയിലൊരിക്കലോ 2 ആഴ്ചയിലൊരിക്കലോ ഹോട്ടലിൽ പോയി നല്ല ഭക്ഷണം കഴിച്ച് ആസ്വദിക്കുന്ന ആളുകളുണ്ട്. പിന്നെ എവിടെയെങ്കിലും കൂടി സമാന പ്രായത്തിലുള്ളവരെല്ലാം വിനോദയാത്ര പോയി ആസ്വദിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ഭൗതികമായ ആസ്വാദനത്തിലേക്ക്, ഭൗതികമായ സുഖ
താല്പര്യങ്ങളിലേക്കാണ്, ആത്മീയതയിലേക്ക്. ആത്മീയത എന്ന് പറയുന്നത് പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു തൊഴിലാണ്, തൊഴിലാണ്. ഇതൊരു ജീവിത ശൈലിയല്ല. ജീവിതശൈലിയായി ഈ പൗരോഹിത്യത്തെ മാറ്റാത്തിടത്തോളം കാലം ഇത് തൊഴിലായിട്ട് തന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ആ തൊഴിലിലൂടെ എന്തുമാത്രം വരുമാനം നേടാൻ പറ്റുമോ അതൊക്കെ അവർ ഉപയോഗിക്കും. നടക്കുന്ന ഇതൊക്കെ തന്നെയാണ്. ഇതെന്തെങ്കിലും നന്നാവുന്ന അച്ഛൻ പ്രതീക്ഷ, ഇത് ശരിയാകുന്ന പ്രതീക്ഷ അച്ഛനോ? അല്ല, നന്നാകണമെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മാറാൻ, ഞാൻ പറഞ്ഞില്ലേ, അധികാരം, സമ്പത്ത് ഇവ കൈകാര്യം ചെയ്യാനുള്ള ആത്മീയ അധികാരത്തിൽ മാത്രം വൈദിക വൃത്തിയെ ഒതുക്കണം. സാമ്പത്തിക കാര്യങ്ങളില് ഇവരിൽ നിന്ന് എടുത്തിട്ട് ആത്മാരിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പ്രത്യേക ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യുക. അതെ അതെ. ഇപ്പോൾ പൗരത്വത്തിലേക്ക് കടന്നു വരുന്നവര് പല മോഹങ്ങളുമായിട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും എനിക്ക് വിദേശത്തേക്ക് പോകാം, അല്ലെങ്കിൽ ഉന്നതമായ വിദ്യാഭ്യാസം നേടാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഉണ്ടാകാം, ഒരു അധ്യാപകനാകാം, ഒരു കോളേജ് അധ്യാപകനാകാം, ഇങ്ങനെയുള്ള മോഹങ്ങളുമായിട്ട് വരുന്നത്. ഇതിനൊരു പോംവഴിയായിട്ട് ഈ ഇടവക വികാരി എന്നുള്ള ആ ഒരു തസ്തിക മാറ്റി നിർത്തിക്കൊണ്ട് ഈ വരുന്ന വൈദികരെയല്ല ഏതെങ്കിലും ഒരു കൊടക്കീഴില് സന്യസ്ത ജീവിതത്തിലേക്ക് മാത്രം ക്ഷണിച്ചുകൊണ്ട് അവിടെ നിന്ന് അതിരൂപത സെലക്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറിയാൽ അങ്ങനെ ഒരു സാധ്യതയെ പറ്റി അച്ഛൻ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളൂ? അങ്ങനെ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വൈദ്യരുടെയുള്ള പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഒരു പോംവഴി എന്നുള്ളത് ഇപ്പോൾ ഒരു ഫൊറോനയുടെ കീഴിൽ പല പള്ളികളുണ്ടാവുന്നു. ആ പള്ളികളിലെ അച്ഛന്മാരെല്ലാം കൂടി ഒരു സ്ഥാപനത്തിൽ താമസിക്കുക, ഒരു കെട്ടിടത്തിൽ താമസിക്കുക. അവര് അവിടെ നിന്ന് അവരുടെ പള്ളികളിലേക്ക് പകൽ സമയങ്ങളിൽ അവർ പോവുക, രാത്രി ചേക്കേറുന്നത് അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാവും, അവിടെ ഒരു സൗഹൃദം ഉണ്ടാവും. അപ്പോൾ അവിടെ ആർക്കും തോന്നിയാസം ചെയ്യാനായിട്ടുള്ള സന്ദർഭം ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ ഈ ഇടവകയില് തനിച്ച് താമസിക്കുന്നു, ഈ മേടയിൽ താമസിക്കുന്നു, ആർക്കും എപ്പോഴും കടന്നു വരാം. എൻ്റെ ഇഷ്ടം പോലെ ഞാൻ പത്തും പതിനും പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. അങ്ങനെ സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ ഒന്നിച്ചുള്ള പ്രാർത്ഥന, ഒന്നിച്ചുള്ള ഭക്ഷണം, ഒന്നിച്ചുള്ള വിനോദം, ഒന്നിച്ചുള്ള സൗഹൃദ പങ്കിടല്, ഇതൊക്കെ ആകുമ്പോൾ പൗരോഹിത്യം വളരെ പുഷ്കലമാണ്. ഇല്ല, ഈ ഒരു രീതിയിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് വേറൊരു രീതിയിൽ അച്ഛൻ ഉത്തരം പറഞ്ഞതാണ്. സന്യാസ ജീവിതം എന്ന് പറയുന്നത് ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. അപ്പം അച്ഛന് അതിനെ അനുകൂലിക്കുന്നുള്ള എന്റെ അർത്ഥം. അപ്പം ഈ മനസ്സിലുള്ള ഒരു ദുശ്ചിന്തയൊക്കെ മാറാനും ഒത്തൊരുമ ഞങ്ങളാണ് അല്ലെ ഞാനെന്ന് മാറിയിട്ട് ഞങ്ങളെന്ന് ചിന്തിക്കാവുന്നൊരു അവസ്ഥ വരും. ഈ ഒരു സജഷൻ, ഇങ്ങനൊരു ഉപദേശം അച്ഛന് മുന്നോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ അച്ഛന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ രൂപത അല്ലെ നമ്മുടെ സഭ നന്നാകും എന്നുള്ളൊരു ഇത് നമ്മുടെ രൂപത അധ്യക്ഷൻ വഴി സിനഡിൽ സമർപ്പിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാൻ അച്ഛനെ കൊണ്ട് സാധിക്കത്തില്ലേ? അത് ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് നല്ലൊരു പോംവഴി. ഇപ്പൊ ഏതെങ്കിലും ഒരു അച്ഛന് ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ടെൻഷൻ ഉണ്ടെങ്കിൽ അത് പരസ്പരം പങ്കുവെച്ച് പരിഹരിക്കാനുള്ള ഒത്തിരിയേറെ ആശങ്ക കിട്ടും. അപ്പോൾ അച്ഛന് ബലമായി എന്റെ പിന്നിൽ അച്ഛന്മാരുണ്ട്. അപ്പോൾ അവിടെ ഇവരുടെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ ഇവരുടെയൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഓടി അവിടെ വേണേൽ എത്താം, സഹായിക്കാം, അല്ലെങ്കിൽ അച്ഛന് വേറെ ഇടവെച്ച് എത്താം. അങ്ങനെയുള്ള ഒരു സംഘാതമായ ഒരു കൂട്ടായ്മ ഭാവിയിൽ രൂപപ്പെടുത്തണം. അങ്ങനെ രൂപപ്പെടുത്തുമ്പോൾ ആണ് ഈ ഇങ്ങനെയുള്ള ചില ഇടവുള്ള പെണ്ണുരസൊക്കെ ഉണ്ടാകുന്നുണ്ട്, അതൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. നല്ലൊരു, തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് നല്ലൊരു സജഷനാണ്. അത് അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ചിലപ്പം നമ്മുടെ എറണാകുളം അതിരൂപത പോലും ചിലപ്പോൾ നന്നാകും, ഉണ്ടാകണം. ഒരു ഫൊറോന തലത്തിലേക്ക് വൈദികരുടെ ഒരു കൂട്ടായ്മ, അല്ലാതെ ഇവിടത്തെ വൈദിക സമിതി പോലല്ല, ഇത് വൈദികരുടെ സ്നേഹ കൂട്ടായ്മ. അപ്പം ഇപ്പൊ അവരത് പറയില്ല, ഇപ്പൊ കൂട്ടായ്മ ഉണ്ടെന്ന് പറയും. ഇപ്പൊ എല്ലാ മാസവും മാസധ്യാനം എന്ന് പറഞ്ഞ കുറേ കൂടുന്നുണ്ട്. അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, അതല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടൊന്നും അറിയില്ല. ഈ എല്ലാ വൈദികരും ഒരു സെന്ററിൽ താമസിക്കുക, ആ സെന്ററിൽ നിന്ന് അവരവർക്ക് നിയമിക്കപ്പെട്ട പള്ളികളിലേക്ക് രാവിലെ പോവുക, വൈകുന്നേരം അവിടെ ചേക്കേറുക. ആ ഒരു പകൽ സമയം മുഴുവനും അവിടെ താമസിക്കുക. പിന്നെ സായനത്തിലെ പക്ഷികൾ ചേക്കേറുന്ന പോലെ തിരിച്ചു വരിക. അപ്പൊ അവിടെ നമുക്ക് വിവിധ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അച്ഛന്മാരുടെ പല ദൂഷ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു സജഷൻ അച്ഛൻ വെച്ചിരുന്നത്. അപ്പം അവസാനമായിട്ട് അച്ഛനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇനിയും മുന്നോട്ട് എന്താണ് നമ്മുടെ എറണാകുളം അതിരൂപതയുടെ ഭാവി? എന്തായിരിക്കും മുന്നോട്ട് സംഭവിക്കാൻ പോകുന്നത്? അതിലുപരി താങ്കളുടെ ഭാവി എന്താണ്? താങ്കളെ പറ്റി താങ്കൾ എന്താണ് ചിന്തിക്കുന്നത്? കാര്യം അച്ഛനെ പറ്റി സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ പല ദിവസങ്ങളിലും ഞങ്ങൾ പല വാർത്തകൾ കാണുകയും കേൾക്കുകയും ചെയ്തു. അച്ഛൻ ഇവിടുന്ന് മാനസികമായിട്ട് തകർന്നിട്ട്
രാജിവെച്ച് പോകുന്നു, അല്ലെങ്കിൽ സ്വയം ഒഴിയുക, ഒരു അച്ഛനെ ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ചിലർ കൊണ്ട് എത്തിച്ചു എന്നൊക്കെ സോഷ്യൽ മീഡിയയില് മാധ്യമങ്ങളിൽ വരാറുണ്ട്. അപ്പൊ മുന്നോട്ട് ഇനി എന്നൊരു ചോദ്യത്തിൽ എന്തായിരിക്കും അച്ഛനുള്ള ഉത്തരം? ഈ അതിരൂപതയുടെ ഭാവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായി തുടരുന്നിടത്തോളം കാലം ആരാണോ മേജർ ആർച്ച് ബിഷപ്പായി വരുന്നത് അദ്ദേഹം തന്നെയാണ് ഇവിടുത്തെ മെത്രാപ്പൊലീത്തയായി മാറുന്നത്. ആ പ്രതിസന്ധിക്ക് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. അപ്പോൾ ഒന്നുകിൽ ഈ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ആസ്ഥാനം എറണാകുളമാണെങ്കിൽ എറണാകുളത്ത് നിന്ന് അത് മൗണ്ട് സെൻറ് തോമസിലേക്കോ അല്ലെങ്കിൽ പിതാക്കന്മാരെ നിശ്ചയിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റിയിട്ട് ഇവിടെ നിന്ന് എറണാകുളം അതിരൂപതാംഗമായ ഏതെങ്കിലും ഒരു വൈദികനെ മെത്രാനായിട്ട് മെത്രാപ്പൊലീത്തയെ ഉയർത്തി ഇവിടുത്തെ രൂപതയിലെ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് സ്വതന്ത്രമായ ചുമതലയുള്ള മറ്റേത് രൂപതയും പോലെ സ്വതന്ത്രമായ ചുമതലയുള്ള ഒരു മെത്രാനെ നിയമിച്ചാലേ ഇതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുകയുള്ളൂ. അല്ലാതെ മേജർ ബിഷപ്പ് തന്നെ ഇവിടെ മെത്രാപ്പൊലീത്ത ആകുന്നത് ആണ് ഈ രൂപതയുടെ വളർച്ചയ്ക്ക് വിഘാതമായിട്ടുള്ള ഒരു കാര്യം. അതാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും. ഇപ്പോൾ പാറേക്കാട്ടിൽ പിതാവിന് ശേഷം വന്നവരെല്ലാം അങ്ങനെയായിരുന്നു. അപ്പോൾ വർക്കി പിതാവ് ഈ രൂപതക്കാരനായിരുന്നെങ്കിൽ അദ്ദേഹം റിലീജിയസ് ആയിരുന്നു. അദ്ദേഹം വൈദികനായിരിക്കെ മെത്രാനായി മെത്രാപ്പൊലീത്തയായി കർദിനാളായി അങ്ങനെ മാറിയ ആളാണ്. പക്ഷേ അദ്ദേഹം ഈ രൂപതക്കാരനാണെങ്കിൽ അദ്ദേഹം സന്യാസവേദന ഇവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് അതിലൊരു മാറ്റം വരുന്നു. ഈ രൂപതയിൽപ്പെട്ട ഏതെങ്കിലും വൈദികനെ മെത്രാനായിട്ട് അഭിഷേചിച്ച് ഈ രൂപതയുടെ സ്വതന്ത്രമായിട്ടുള്ള അദ്ദേഹത്തെ ഏൽപ്പിക്കണം. വാസ്തവത്തിൽ ഈ അച്ഛന്മാർ പോരാടേണ്ടത് അതിനു വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അതിനു വേണ്ടിയിട്ട് പോരാടേണ്ടതിന് പകരം വീണ് കിട്ടിയ അവസരത്തെ അവർ വളഞ്ഞ വഴിയിലൂടെ നിവൃത്തിയാക്കാൻ ശ്രമിച്ചതാണ് ഇവിടെ വന്ന വലിയ കുഞ്ഞുകുമ്പോണമൊക്കെ. ആലഞ്ചേരി പിതാവിന് ഇവിടെ വന്ന നാളുമ്പോൾ തന്നെ ഇവിടെ നിന്ന് നിഷ്കാസനാക്കാനായിട്ടുള്ള ഗൂഢമായ ശ്രമം അവരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗൂഢമായ കാര്യം ഉള്ളിൽ വെച്ചുകൊണ്ട് ആലഞ്ചേരി പിതാവിൻ്റെ ഭൂമി കച്ചവടം ബന്ധപ്പെട്ട ഒരു സന്ദർഭം കിട്ടിയപ്പോൾ അതിനെടുത്ത് വടിയായിട്ട് അദ്ദേഹത്തെ അടിച്ചതാണ്. അല്ലാതെ അദ്ദേഹം ഇവിടെ സാമ്പത്തികമായ തിരിഞ്ഞു നടത്തുകയോ കവർച്ച ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് അദ്ദേഹത്തിന് തന്നെ നിയമിച്ച കമ്മീഷൻ തന്നെ സാമ്പത്തികമായിട്ടില്ല. മറിച്ച് അദ്ദേഹം അങ്ങനെ ഒരു റിപ്പോർട്ട് വരികയും അദ്ദേഹം സാമ്പത്തികമായ തിരിമറി നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ആ രീതിയിലാക്കി എടുക്കേണ്ടത് അതുവഴി അദ്ദേഹത്തെ നിഷ്കാസനം ചെയ്യേണ്ടത് ഇവർക്ക് ഒരു ആവശ്യമായി വന്നു. അങ്ങനെയാണ് വ്യാജരേഖ കേസ് വ്യാജരേഖ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഇവർക്ക് പിതാവ് ഒരു തെറ്റ് ചെയ്തു എന്ന് തെളിയിക്കാനായിട്ട് ന്യായമായ രേഖകളുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്താൽ മതിയായിരുന്നു. അത് കിട്ടാഞ്ഞതുകൊണ്ടാണ് വ്യാജരേഖയിലേക്ക് വന്നതും അത് അവരുടെ തന്നെ ബുമറാങ് പോലെ അവർക്ക് തന്നെ പണി വന്നതും. അതാണ് അവരെ അലട്ടുന്ന ഏറ്റവും പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഇപ്പോൾ മാത്രമല്ല ഇവിടെ സംഭവിച്ചതെന്നാൽ ആലഞ്ചേരി പിതാവിനെതിരെ ഒരു ആരോപണം. ആലഞ്ചേരി പിതാവിനെ ഞാനോ എൻ്റെ കൂടെ ഞാൻ സമാന അച്ഛന്മാരാരൊന്നും അദ്ദേഹത്തെ ന്യായീകരിക്കാനായിട്ട് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം പിതാവ് ഞങ്ങളോട് എന്നോട് സേവനോട് പറഞ്ഞിട്ടുമില്ല. ഞങ്ങൾ സ്വമേധയാ ഞങ്ങളുടെ അറിവും ഞാനിപ്പവും ഇവിടുത്തുള്ള കാര്യങ്ങളെ ചിത്രീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ സ്വന്തമായി നിലപാടെടുത്തത്. അല്ലാണ്ട് ആലഞ്ചേരി പിതാവിനെ രക്ഷിക്കാനല്ല. ആലഞ്ചേരി പിതാവിന് തെറ്റ് സംഭവിച്ചിട്ടില്ലെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു അതിരൂപതയുടെ അധ്യക്ഷനും ഒരു സഭയുടെ പരമാധ്യക്ഷനുമായ ഒരാളുടെ ഭാഗത്ത് വീഴ്ച വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് പരിഹാരം നേടേണ്ടത്? അത് സിനഡിലാണ് പരാതി കൊടുക്കുന്നത്. സിനഡിൽ പരാതി കൊടുത്ത് സിനഡ് അദ്ദേഹത്തെ മാറ്റി നിർത്തി ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ച് അന്വേഷിച്ച് പരിഹാരം തേടുക. അതിന് ശ്രമിക്കാതെ ഇവർ ചെയ്തെന്താണ്? ഇവരുടെ മെത്രാപ്പൊലീത്ത ഈ രൂപതയുടെ മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ ഇവിടെയിട്ട് അദ്ദേഹത്തെ കൊല്ലാതെ വന്നു. അദ്ദേഹത്തിൻ്റെ ആരോപണം ഉന്നയിച്ചു. അങ്ങനെ എല്ലാ വിധത്തിലും കോടതിയിൽ പോലും അദ്ദേഹത്തിൻ്റെ കേസ് കൊടുപ്പിച്ചതൊക്കെ ഈ പിതാക്കന്മാരല്ലേ, അന്നത്തെ സഹായത്രന്മാരായിട്ട് മറ്റു വൈദികരല്ലേ. അല്ലാണ്ട് ഏത് ഒരു വൈദികന് ഒരു കേസ് കൊടുക്കണമെങ്കിൽ പിതാവിന് അനുമതി വേണം. ഇപ്പോൾ അവർക്ക് അത് സാധിക്കാത്തതുകൊണ്ട് അന്മാരൊക്കെ പൈസ കൊടുത്ത് അവരെ കൊണ്ട് കുടിപ്പിച്ചു. തമാൽ ഭാഷയെ സ്വാധീനിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് കൊണ്ടുപോകാൻ വരെ അവർ ശ്രമിച്ചതല്ലേ. അപ്പോൾ അതൊന്നും നടന്നില്ല. അപ്പം അങ്ങനെ ഇവിടെ ഇട്ട് അലക്കി പരിഹാരം കിട്ടാതെ വരുന്ന അവസരത്തിലാണ് പിന്നീട് സിനഡിലേക്ക് അവർ പോയത്. സിനഡിക്ക് ഇപ്പം അപ്പോൾ ഇവിടെ എല്ലാം വഷളായി കഴിഞ്ഞു.
സിനഡിൽ ചിലപ്പോൾ അവരെന്ത് ചെയ്ത് 5 അംഗ മെത്രാൻ സമിതിയെ നിയോഗിച്ചു. ആ 5 അംഗ മെത്രാൻ സമിതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവർ ഞാനൊക്കെ അതിൽ നിന്ന് മൊഴി കൊടുത്ത ആളാണ്. അങ്ങനെ 5 അംഗ സമിതി റിപ്പോർട്ട് കൊടുത്തു. ആ 5 അംഗ സമിതിയിൽ 3 പേര് എറണാകുളം രൂപക്കാരായിരുന്നു. കരിയിൽ പിതാവ്, ചെക്കയിൽ പിതാവ്, മണത്തോട് പിതാവ്, പിന്നെ മൂലക്കാട്ട് പിതാവും, പിന്നെ മറത്തിക്കണ്ണം കൊതമംഗലം ബിഷപ്പ് മാത്രമേ വേറെ ബാക്കി 3 പേരാണ്. അദ്ദേഹം ചിലപ്പോൾ പാത്രബിസായി പോകുമെന്നുള്ളതൊക്കെ ഒരു മനസ്സിലാക്കി അതിനൊക്കെ തടയിട്ടു. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങനെയുള്ള ഒരു ഗെയിമാണ് ഇവിടെ കളിച്ചത്. ഞാനും ഈ രൂപതയിലെ പല വൈദികരുടെയും തോന്നിയാസങ്ങൾക്കെതിരായിട്ട് വൈദിക സമിതിയിലെ യുദ്ധം ചെയ്ത ആളാണ്. ഏതെങ്കിലും ഒരു അച്ഛൻ ഒരു തെറ്റായ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതെൻ്റെ പൗരോഹിത്യത്തെയും ബാധിക്കും. എൻ്റെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു വൈദികൻ പൗരോഹിത്യ പിന്നെ ആ അന്തസ്സിന് വിരുദ്ധമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്നെ അത് ബാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരെ കുറവുകളോ പോരായ്മകളോ ഒക്കെ ഉന്നയിക്കേണ്ട വേദികൾ ഉന്നയിക്കുകയും നടപടിക്കായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തത്. അത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ഈ മുന്നിൽ നിൽക്കുന്ന അച്ഛന്മാരെ എല്ലാം അവരോടൊക്കെ ഞാൻ സഹകരിച്ചു നിന്നവരാണ്. അപ്പോൾ അച്ഛന്മാർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു അച്ഛനെ കുറിച്ച് ഒരു ആരോപണം ഉണ്ടെങ്കിൽ അതിൽ എന്നോടാ പറയണം. കാരണം വെച്ചാൽ വേറെ ആൾക്ക് നല്ല ഇടയില്ല പറയാനായിട്ട്. ഇതുപോലെ ഈ അച്ഛന്മാരെ നേരിട്ട് ചെന്ന് പറയാൻ മടിയുള്ളവർ എന്നോട് പറയും. അങ്ങനെ എത്രയോ അച്ഛന്മാരുടെ ഈ മുണ്ടാടച്ച് ഈ ഇപ്പോൾ ഇളകുളം പള്ളിയിരിക്കുന്ന സുഭാഷികളൊക്കെ വിളിച്ച് ഇതിനൊക്കെ എൻ്റെ സഹായം ചെയ്തുകൊണ്ട് പല ആനുകൂല്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിച്ച് പല നേട്ടങ്ങളോ നേരിട്ടില്ല. ഇവരുടെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെയുള്ള സീനിയേഴ്സായിട്ടുള്ള വൈദികരുടെയും ഒക്കെ സ്വകാര്യ ജീവിതം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ആ നിലപാട് സത്യസന്ധമാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ അവസാനം വരെ നിൽക്കും. കാരണം എനിക്കെതിരെ എത്ര വലിയ പർവ്വതം എരച്ചു വന്നാലും ഞാൻ അതിനെ കൂട്ടാക്കില്ല. കാരണം എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കാരണം ഞാൻ വൈദികനായത് ആരെയും ഗുരുപ്രധാനോ അല്ലെങ്കിൽ വൈദികനായത് ഇവരെ ആരെയും കണ്ടിട്ടല്ലല്ലോ. എന്നെ ദൈവം വിളിച്ചു, എൻ്റെ ഉത്തരവാദിത്വം. എൻ്റെ അപ്പനും അങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്നത് നീ വൈദികനാകുന്നത് വീട്ടിന് വേണ്ടിയിട്ടല്ല കേട്ടോ, നീ ദൈവത്തിന് വേണ്ടി ദൈവജനത്തിന് വേണ്ടി എന്നോട് പറഞ്ഞിട്ട് അപ്പൻ്റെ വാക്കാണ് ഞാൻ ഇപ്പോൾ തുടരുന്നത്. എന്നെ സ്വഭാവഹത്യ നടത്താനായിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്നെ ഈ സ്വഭാവഹത്യ നടത്താനായിട്ട് ഈ വാട്സപ്പിലൂടെ സ്വഭാവഹത്യ നടത്തിയപ്പോൾ ഞാൻ എതിർക്കുകയെന്ന് പറഞ്ഞു. അതായത് അച്ഛന്മാർ പലരും വാട്സപ്പിലൂടെ എന്നെ ആകെ സ്വഭാവഹത്യ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും അവസാനിപ്പിക്കാന്ന് പറഞ്ഞ് പുള്ളി അവർക്ക് കുറിച്ചെടുത്ത് അവസാനിപ്പിച്ചില്ല. തുടർന്നു ഞാൻ അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഈ അച്ഛന്മാരുടെ ഈ വലിയ വാസ്തുക്കുറിപ്പിലുള്ള 8 അഡ്മിനിസ്ട്രേറ്റർ ലീഗൽ നോട്ടീസ് അയച്ചു. ഇത്ര ദിവസങ്ങളിൽ നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഇന്ന കോടതിയിൽ കേസസ് ഫയൽ ചെയ്യുമ്പോൾ അതോടെ അവർ പേടിച്ചിട്ട് അവർ ഈ നരികുള അച്ഛൻ, എനിക്ക് മുമ്പിൽ നരികുള അച്ഛൻ അന്നവിടെ വികാരി ജനറലായിരുന്നു. അദ്ദേഹം 2018 വിഭൂതി ബുധനാഴ്ച എൻ്റെ പള്ളി വരെയാണ് പാലക്കാട് പള്ളി വന്നിട്ട് പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിലൂടെ പറഞ്ഞ് ചെയ്യാൻ വരുന്നതാണ്. അച്ഛനാ കേസിന് പോയത്. ഇപ്പം തന്നെ ഒത്തിരി കേസുകളായിരുന്നു. അപ്പോൾ കേസിന് പോയത് പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്ക് കേസിന് പോകണമെന്ന് താല്പര്യമില്ല. ഞാൻ എൻ്റെ അധികാരിയായ ഇടയനേതൃത്വക്കാരോടാണ് പറഞ്ഞത് ഈ സ്വഭാവത്തിൽ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ചെയ്തില്ല. അതുകൊണ്ട് നിയമത്തിൻ്റെ മാർഗത്തിലൂടെ ഞാൻ പോകാൻ തീരുമാനിച്ചു. അച്ഛനങ്ങനെ വക്കീൽ ന്യൂസ് അച്ഛൻ്റെ ഫലം വായിച്ചാൽ അത് അവസാനിപ്പിച്ചെന്ന് പറഞ്ഞു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ നാളെ ഇല്ലെന്ന് പറയും. എൻ്റെ മേലധികാരിക്ക് പറഞ്ഞാൽ അനുസരിക്കാത്തവരാണ് അച്ഛന്മാരെന്നുള്ളതല്ലേ അച്ഛൻ പരോക്ഷമായിട്ട് പറയുന്നത്. അത് നമുക്ക് ഭൂഷണമാണ്. ഇപ്പോൾ നിയമത്തിൻ്റെ മാർഗം ഞാൻ പോയപ്പോൾ നിങ്ങൾ അതവർ പാലിച്ചെന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങളുടെ സ്പിരിച്വൽ ലീഡർഷിപ്പിൽ എന്താണ് ഒരു കാര്യമുള്ളത്? എന്താണ്? അല്ല, അന്ന് അത്രയും ധീരമായിട്ടൊരു നടപടിയെടുത്ത അച്ഛന് ഇപ്പൊ അങ്ങനെ ഒരു നടപടി എടുക്കാൻ എന്താ ഒരു മടി? ഇപ്പോഴത്തെ ഇവിടെ സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങനെ ഒരു ധീരമായ നടപടിയെടുത്ത് ഇവിടെ പരസ്യമായിട്ട് നമ്മുടെ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം എന്തുകൊണ്ട് നടത്തിക്കൂടാ? അപ്പൊ മുന്നോട്ട് എന്താണ് അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? എന്നെ ഡിസംബർ 2022 16 വെച്ച് 19 ചാർജ് 20 തന്നെ ഞാൻ കുർബാനെല്ലാം പോയില്ലേ? അല്ല, അന്നത്തെ ഒരു സ്ഥിതി അല്ലല്ലോ ഇപ്പോൾ. അല്ല, ഞാൻ കുർബാനെല്ലാം പോയി. പിന്നെ അതിനുശേഷം 23 കുർബാനെല്ലാം പോയി. ഇതാരും ആൻഡ്രസ്റ്റാ പോലും ചെയ്തില്ല. ഞാൻ അത്രയും ചെയ്തല്ലോ. അപ്പോൾ ഇതൊന്നും പോലീസ് സംരക്ഷണം ഇല്ലാതെയാണ് ഞാൻ ഇത് പോയത്. പിന്നീട് പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടിയത് ശേഷം 23 പോയത്. പക്ഷേ അതിനുശേഷം സഭത്തിൽ പള്ളി നടന്നില്ലേ?
പിന്നെ പള്ളി അടഞ്ഞു കിടന്നതുകൊണ്ട് ഇതിലൊരു സമവായം ഉണ്ടാകുന്നതുവരെ തിരുക്കർമ്മങ്ങളൊന്നും പാടില്ല എന്നതായിരുന്നു RDOയുടെ സാന്നിധ്യത്തിൽ ഇരുപക്ഷവും ചേർന്ന് നടത്തിയത്. അതിൻ്റെ വെളിച്ചത്തിലാണ് പള്ളി അടഞ്ഞു കിടന്നത്. പിന്നെ ഇതേക്കുറിച്ചുള്ള പിന്നെ ചർച്ച ഞാനല്ലല്ലോ, പിതാക്കന്മാരെല്ലാം അവരെല്ലാം അനുകൂലമായ സാഹചര്യം സൃഷ്ടിയുണ്ട്. അവരോട് കാത്തിരിക്കുകയല്ലേ. അല്ല, ഇപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം മാർപ്പാപ്പ നേരിട്ട് വന്ന് പറഞ്ഞതിന് ശേഷമുള്ള സ്ഥിതിഗതികളാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം മാർപ്പാപ്പ ആൻഡ്രൂസ് പിതാവിനിടയ്ക്ക് ആൻഡ്രൂസ് പിതാവും പിതാവും സ്ഥാനത്യാഗം ചെയ്തു. പിന്നീട് ആൻഡ്രൂസ് പിതാവിന്റെ സ്ഥാനത്താണ് ബോസ്കോ പിതാവ് അപ്പോസ്തലിക അഭിഷേകമായിട്ട് വന്നത്. അദ്ദേഹമാണ് ഈ ക്രിസ്മസിന് ഇവിടെ ബലിയർപ്പിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് പല പ്രാവശ്യം ഫോൺ ചെയ്തു, നാളെ പിതാവാണോ ഇവിടെ കുർബാന എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ പിതാവ് പറഞ്ഞത്, പോലീസ് സംരക്ഷണത്തിൽ ഞാൻ കുർബാന ചെല്ലാൻ തയ്യാറാണ്. ഞാൻ എവിടെയാണേലും വൈകിട്ട് കുർബാന ചൊല്ലിയത്, പക്ഷേ പോലീസ് സംരക്ഷണത്തിൽ എനിക്ക് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ എനിക്കും അത് തന്നെയാണ് ആഗ്രഹം. അതുകൊണ്ട് പിതാവ് പറഞ്ഞു, നമ്മൾ പള്ളി തുറന്നിട്ട് ഒരൊറ്റ സംഭവം ഉണ്ടായി വീണ്ടും പള്ളി അടയ്ക്കേണ്ടി വരില്ല, ഇതിൽ വരുന്ന ആർക്ക് നമുക്ക് വേണമെന്നില്ല. അതുകൊണ്ട് പള്ളി തുറന്നില്ലെങ്കിൽ തുറന്നില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തുറന്നിട്ട് വീണ്ടും അടയ്ക്കേണ്ടി വരുമ്പോൾ നമ്മുടെ സഭാ നേതൃത്വത്തിനും ഒക്കെ ഉള്ള ഭയങ്കര ക്ഷീണമോ വലിയ പരാജയം ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടും. അതുകൊണ്ട് അടഞ്ഞു വെക്കാനും അതിനൊരു സമാധാനമായ അന്തരീക്ഷം ഉണ്ടാകുന്നത് വരെ അങ്ങനെ കിടക്കട്ടെ എന്നാണ് പിതാവ് പറഞ്ഞത്. എനിക്ക് സ്വകാര്യമായി കുർബാന അർപ്പിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ ക്രിസ്മസ് ദിവസം രാവിലെ 7 മണിക്ക് കുർബാനയ്ക്ക് അർപ്പിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് രാവിലെ 7 മണിക്ക് ഞാൻ കുർബാനയ്ക്ക് ഒരു 10-15 പേര് വന്നു. അവരാരും ഒന്നും നമുക്ക് എതിരെയുള്ളവരല്ല, സഭയോടും സിനഡിനോടും ഒക്കെ ചേർന്ന് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് പള്ളിയകത്ത് കയറി, നമ്മൾ മൈക്കൊന്നും ഉപയോഗിച്ചില്ല, പള്ളിയകത്ത് കയറി അതിനെല്ലാം സജ്ജീകരണങ്ങൾ ചെയ്ത് അങ്ങനെ കുർബാന അർപ്പിച്ചു. എന്നെ ഒരു കാരണവശാലും ഈ ദേവാലയത്തിൽ കുർബാന അർപ്പിക്ക് അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് അവർ പോകുന്നത്. മാത്രമല്ല ഒരു തിരുക്കർമ്മത്തിൽ എന്നെ അനുവദിക്കുകയാണ്. അങ്ങനെ വാശിയോടെ നിൽക്കുന്ന ഞാൻ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് കുർബാന നടത്തിയിരുന്നത് അവർക്ക് ഭയങ്കര പ്രബോധമാണ്. അവർ ഒച്ചപ്പാടുണ്ടാക്കി അങ്ങനെ അതിന് മുമ്പ് പിതാവ് എന്നെ വിളിച്ച് ചോദിച്ചു, രജിസ്റ്റർ ചെയ്തതാണ്. ഞാൻ കുർബാന ചെല്ലരുതെന്ന് പറയാനാണെങ്കിൽ അത് വാസ്തുകാരൻ മാത്രമേ അറിയാറുള്ളൂ. പിന്നെ ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ഭാഗത്തു നിന്നും സഭാ നേതൃത്വത്തിൽ നിന്ന് ഒരു സപ്പോർട്ടുമില്ല. ഞാനിപ്പോൾ സിനഡിനോടാണ് ചേർന്ന് സഭയോടാണ് ചേർന്ന് നിൽക്കുന്നതെങ്കിലും എനിക്ക് സപ്പോർട്ട് തരേണ്ട ആളുകൾ എനിക്ക് സപ്പോർട്ട് തരുന്നില്ല. പിന്നെ എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? അച്ഛന് തോന്നുന്നുണ്ടോ അച്ഛനെ ശാന്തമായിട്ട് ജീവിച്ചിരുന്നവരുടെ തോന്നിയാണ്? ഞാൻ ആദ്യം ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ശാന്തമായിട്ട് പരിസ്ഥിതി ബലിയർപ്പണമൊക്കെ നടത്തി ഒരു സാധാരണ വൈദികനായിട്ട് ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന അച്ഛന് ഇങ്ങനെ ഒരു പ്രശ്നപൂരിതമായിട്ടൊരു ഇടവകയെ കൊണ്ടിട്ടിട്ട് അച്ഛനെ ഒറ്റപ്പെടുത്തി ഇവർ കൈയഴുകി മാറി നിന്നു, ഇവരൊരു സപ്പോർട്ടും തരുന്നില്ല. അപ്പൊ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു പരിഹാര നടപടിയൊന്നും സഭാ നേതൃത്വം എടുക്കുന്നില്ല എന്ന് തന്നെയാണോ അച്ഛൻ വിശ്വസിക്കുന്നത്? അത് ഞാൻ ആലഞ്ചേരി പിതാവിനോട് പറഞ്ഞിട്ടുണ്ട്, അന്തസ്ഥാനം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ബലിയാടായി. ഇപ്പോൾ ഈ ആഗോള സിനഡ് കഴിഞ്ഞ് വന്നപ്പോൾ പിതാവിനെ അരവിലേക്ക് വിളിപ്പിച്ച് പിതാവ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് ഈ കുർബാന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല, അത് നടപ്പാക്കി പറ്റുള്ളൂ. അതുകൊണ്ട് അച്ഛൻ പോലീസ് സംരക്ഷണത്തിലാണെങ്കിലും കുർബാന. ഞാൻ പറഞ്ഞു, ഞാനിനി അങ്ങനെ ഒരു പരീക്ഷ തയ്യാറാവില്ല. കാരണം ഞാൻ 2 പ്രാവശ്യം ഞാൻ സ്വമേധയാ കുർബാനെല്ലാം പോയിട്ട് എനിക്കുള്ള അനുഭവം ഇതാണ്. ഇനിയും ഞാൻ ആർക്കു വേണ്ടിയാണ് ബലിയാടാകേണ്ടത്? ഞാൻ ഇനിയും കുർബാന ചെല്ലാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോലീസ് സംരക്ഷണം ഉണ്ടെങ്കിൽ കൂടി ഈ അച്ഛന്മാർ വന്ന് ബഹളമുണ്ടാക്കി തടഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഇടപെടില്ല. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള അച്ഛന്മാരെ നിങ്ങൾ ശിക്ഷിക്കുമോ? ഇപ്പം തന്നെ എന്നെ തടഞ്ഞ അച്ഛന്മാർക്ക് നിങ്ങൾ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ഇത് എടുത്തിട്ടില്ലല്ലോ. പിന്നെ എനിക്ക് എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളത്? നിങ്ങൾ സുരക്ഷിതരായിട്ട് നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ കോൺക്രീറ്റ് സിറ്റുവേഷൻ നേരിടുന്നത് ഞാനാണ്. അതുകൊണ്ട് ഞാൻ ആർക്കു വേണ്ടി ബലിയാടാറില്ല. അനുകൂലമായ സാഹചര്യം വരുമ്പോൾ ഞാൻ അത് ചെയ്യും. സഭയോടുള്ള ആ ഒരു അനുസരണത്തിൻ്റെ പേരിൽ ഞാൻ ഏറ്റെടുത്തു. ഞാൻ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല. അല്ല, എനിക്കിതൊന്നും ഈ അച്ഛന്മാർ തന്നെ ഞാൻ പ്രീസ്റ്റോറിൽ കഴിയുമ്പോൾ അച്ഛന്മാർ ജോയിസ് കൈതക്കോട്ടിലച്ഛനും പാറകട്ടച്ഛനൊക്കെ എന്നോട് വന്ന് സോപ്പിട്ടതാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് പുസ്തകത്തിൽ കടന്നു ആഗ്രഹമില്ല. നിങ്ങളെന്നെ മൂഴിക്കുളത്ത് കയറാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു.
മുറിക്കുളത്തേക്ക് പോയപ്പോൾ ഞാൻ ഡിസ്പെൻസേഷൻ വാങ്ങിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. അത് അവരോടും പറഞ്ഞതായിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവിടെ എന്നെ തടഞ്ഞു? ഇത് ഞാൻ ഇങ്ങോട്ടായിരിക്കും, പിന്നെ ഇവിടെ മാത്രമേ വരാൻ വഴിയുള്ളൂ, അഡ്മിനിസ്ട്രേറ്ററിൽ ഇവിടെ വരാൻ വഴിയുള്ളൂ. അതുപോലെ നിങ്ങൾ തടഞ്ഞ റീജിയണൽ സെൻറ്ററിൽ താമസിക്കാൻ എനിക്ക് ഇവിടെ വന്നില്ലേ? അവിടെ താമസിച്ചിട്ട് അവിടെ എനിക്ക് താമസിക്കാൻ പറ്റുമോ? അവിടെയുള്ള വിഭവങ്ങളുടെ കൂടല്ലേ? ഞാൻ അവിടെ എല്ലാം അവിടെ ഒരു രാത്രി പോലും താമസിച്ചില്ല. മുറി ഓക്കുപോയ ശേഷം എൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയി എല്ലാ രാത്രിയിലും അവിടെ താമസിച്ച് പിറ്റേ ദിവസം പകലും മാത്രം അവിടെ ഇരിക്കും. ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിൽ നിന്ന്, അവിടെ ഭക്ഷണം കഴിക്കില്ല. എൻ്റെ വീട്ടുകാർ പറഞ്ഞ് ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞത്. ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നത്. അങ്ങനെ 2 ആഴ്ച തന്നെ നീക്കി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാനിവിടെയുള്ള ഈ ഭൂരിഭാഗം ഇവിടെ എഴുത്തുന്ന ആളുകൾ സഭയോടൊപ്പമില്ല, അവരാരും രംഗത്ത് വരുന്നില്ല. അവരവരുടെ പല പള്ളികളും ഒത്തിരി ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയിരിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഈ പറഞ്ഞ കുറച്ച് പേരും പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഗുണ്ടകളിൽ ചേർന്നാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്നെ ക്യൂരിയ സപ്പോർട്ട് ചെയ്യുന്നില്ല, സഭാ നേതൃത്വം സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടാനുള്ള ആരോഗ്യമോ മാനസികാവസ്ഥയൊന്നും എനിക്ക് ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മാറുകയാണെങ്കിൽ ഏകീകൃത കുർബാന നടപ്പാക്കാൻ പറ്റുകയാണെങ്കിൽ അത് അതിന്റെ പേരിൽ ഞാൻ രക്തസാക്ഷിയായിട്ട് എന്നാൽ എനിക്ക് സന്തോഷമുള്ളൂ. അപ്പം ഏകീകൃത വേർപാട് നടക്കുകയാണെങ്കിൽ ഒരു രക്തസാക്ഷി ആകാനും അച്ഛൻ തയ്യാറാണ്. അപ്പം അതിനുവേണ്ടി അച്ഛൻ ഒരു പിടിവാശിയോ അങ്ങനൊന്നുമില്ല. എനിക്ക് ഞാൻ ആഗ്രഹിച്ചു വന്നൊരു പൊസിഷൻ അല്ല ഇത്. ആഗ്രഹിച്ചതല്ല, എപ്പോൾ ഏത് നിമിഷത്തിൽ ഞാൻ ഇവിടെ പോകാൻ തയ്യാറാണ്. പക്ഷേ എനിക്കുള്ള പ്രശ്നം ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞതുപോലെയാണ്. എൻ്റെ നിലപാടിനോട് യോജിപ്പുള്ള വൈദികരുണ്ട്, അമ്മായിട്ടുണ്ട്, ഈ ഇടവയിലും ഇടയ്ക്ക് പുറത്തുള്ളൂ, ഈ രൂപതയ്ക്ക് പുറത്തുള്ളൂ ധാരാളം പേരുണ്ട്. അവരോട് ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ള എൻ്റെ പ്രശ്നം. അപ്പോഴാണ് ഈ വാസവ പറഞ്ഞത്, ഈ 2 പിതാക്കന്മാരുടെ സ്ഥാനത്താകത്തെ വെച്ചൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ റെസിഗ്നേഷനിലേക്ക് വന്നേക്കാം. അപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല, അത് നിങ്ങളെത്തും പോലെ. പിന്നെ ഞാൻ ഒരു വർഷം ലീവിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അത് ഞാൻ ഇനി ഉടനെ ആക്ടിവിസ്റ്റിലേക്ക് പോകില്ല. കാരണം എല്ലാ ഇടവകളിലും 2 ഗ്രൂപ്പായി, എല്ലാ ഇടവുകളും ഡിവൈഡഡായി. അപ്പോൾ ഞാനവിടുത്തെ തന്നെ എനിക്കെതിരായിട്ടുള്ളവർ എനിക്കെതിരെ പാരമ്പര്യം പിന്നെ ഞാൻ കഷ്ടപ്പാടിലേക്ക് പോകും. അതിപ്പോൾ എനിക്ക് ലീവെടുത്ത് വിശ്രമിച്ചു കൊടുക്കും. ഇതൊരു സഭയുടെ തോൽവിയായിട്ട് മാറുന്നില്ല അച്ചു. ശരിക്കും പറഞ്ഞാൽ ഇത് സഭയുടെ തോൽവിയാണ്, വിശ്വാസികളുടെ തോൽവിയാണ്. ഇവിടെ സാത്താൻ സേവക്കാർ അല്ലെങ്കിൽ സാത്താൻ നിവേശിതരായിട്ടുള്ള ആളുകളുടെ വിജയമായിട്ട് മാറുക. അച്ഛനിവിടെ രക്തസാക്ഷി തീർച്ചയായിട്ടും ആയെങ്കിൽ പോലും അത് ഒരു കണ്ടീഷനിലാണ്. ഇവിടെ ഏകീകൃത ബലിയർപ്പണം നടക്കുകയാണെങ്കിൽ ഞാൻ രക്തസാക്ഷിയാകാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ സ്വയം പിൻവാങ്ങുമ്പോൾ ഇവിടെ സഭയാണ് തോൽക്കുന്നത്, ഇവിടെ വിശ്വാസികളാണ് തോൽക്കുന്നത്. അപ്പം ഏതായാലും ഞങ്ങളോട് ഇത്ര സമയം കൂടുവാനും സഹകരിക്കുവാനും അച്ഛന്റെ മനസ്സിലുള്ള സത്യങ്ങള്, അച്ഛന്റെ വേദനകള് ഞങ്ങളോട് പങ്കുവെക്കുവാനും അതുവഴി വോയിസ് ഓഫ് ട്രൂത്ത് വഴി ലോകം മുഴുവൻ ഇത് അറിയുവാനും അച്ഛൻ സന്മനസ് കാണിച്ചതില് വളരെ നന്ദിയുണ്ട്. അച്ഛന് ഭാവി അച്ഛന്റെ ശോഭനമായി തീരട്ടെ. നല്ല സഭയോടൊത്ത് ചിന്തിക്കുന്ന താങ്കളെ പോലുള്ള വൈദികര് സഭയ്ക്ക് കൂടുതൽ ഉണ്ടാകട്ടെ. അങ്ങനെ സഭ ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങട്ടെ. ഇവിടെയുള്ള സാത്താൻ ചിന്താഗതിയുള്ള ആളുകളുടെ മനസ്സിൽ നിന്ന് സാത്താൻ ചിന്താഗതി മാറി താങ്കളെ കണ്ടുപിടിച്ചെങ്കിലും സഭയോടൊപ്പം നിൽക്കുവാന് ഇവിടെയുള്ള വിശ്വാസികൾക്ക് സാധിക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ താങ്കളുടെ ആ നന്മ, മനസ്സിന്റെ നന്മ ഇവരൊക്കെ മനസ്സിലാക്കും. അപ്പം അങ്ങനെ ഒരു വൈദികനെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നിവർ ആഗ്രഹിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. ഞങ്ങളോട് ഇത്ര നേരം സഹകരിച്ചതിന് നന്ദി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ചിരുന്നത് സെന്റ് മേരീസ് ബസിലിക്ക വികാരിയും അഡ്മിനിസ്ട്രേറ്ററുമായിരുന്ന ഫാദർ ആന്റണി പോതുവേലി അച്ഛനാണ്. അപ്പം സമീപഭാവിയിൽ അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹം ഒരു രക്തസാക്ഷി ആയി മാറിയേക്കാം. എങ്കിലും അദ്ദേഹത്തിന് സങ്കടമില്ല. കാരണം ഏകീകൃത ബലിയർപ്പണം നടക്കുകയാണെങ്കിൽ സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാകുവാൻ ഞാൻ തയ്യാറാണ് എന്ന് ആദിമ സഭാപിതാക്കന്മാർ പറഞ്ഞ അതേ ഒരു വാചകമാണ് ഈ കരുത്തനായ വൈദികനിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ സാധിച്ചത്. അദ്ദേഹത്തിന് എല്ലാ ശോഭനമായിട്ടുള്ള ഭാവി അല്ലെങ്കിൽ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അദ്ദേഹം ഉന്നയിച്ച അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ വെച്ച 1-2 ആശയങ്ങൾ, ഒന്ന് ഈ ഫൊറോന തലത്തില് ഒരു ഫൊറോനയുടെ താഴെയുള്ള വൈദികരെല്ലാം കൂടെ അല്ലെങ്കിൽ 7-8 വൈദികർ ഒരേ സ്ഥലത്ത് താമസിച്ചുകൊണ്ട് അവരുടെ ഓരോ ദിവസവും അവരുടെ ഇടവകളിൽ പോയി സേവനം ചെയ്തതിനു ശേഷം തിരിച്ചു വന്ന് അവരുടെ ആ കൂട്ടായ്മയിൽ ജീവിക്കുന്ന ആ ഒരു ആശയം സിനഡ് അംഗീകരിക്കുന്ന പക്ഷം അത് നല്ലൊരു ആശയമായി തീരും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഫാദർ ആന്റണി പോതുവേലിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ആശയം സിനഡിന് മുൻപിൽ വെക്കുവാൻ
വോയിസ് ഓഫ് ട്രൂത്തും ആഗ്രഹിക്കുകയാണ്. അതൊരു വ്യക്തിഹത്യയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതുവേലി അച്ഛനും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കാര്യം അദ്ദേഹം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അദ്ദേഹം സ്വയം പറയുന്നു, അദ്ദേഹത്തിന് പ്രായമായി, ഇനി ഒരു അംഗത്തിന് ഞാനില്ല. കാരണം അദ്ദേഹത്തിനെ സഹായിക്കുവാൻ, സപ്പോർട്ട് ചെയ്യുവാൻ സഭാ നേതൃത്വമില്ല എന്നൊരു വേദന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട്. ഒരു നല്ല വൈദികന്റെ മനസ്സ് നോവുമ്പോൾ കർത്താവ് കരയുന്നു എന്നാണ് സഭാവിശ്വാസികൾ വിശ്വസിക്കുന്നത്. നമ്മുടെ പഴമക്കാര് പറയുന്ന ഒരു വൈദികൻ കരയുമ്പോൾ അത് സഭ കരയുന്നു, സഭ കരയുമ്പോൾ അത് ഈശോ നേരിട്ട് കരയുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ നമുക്ക് ഈശോയെ കരയിപ്പിക്കണോ, ഈശോയെ സങ്കടപ്പെടുത്തണോ, സഭയെ സങ്കടപ്പെടുത്തണോ എന്ന് വിശ്വാസികൾ ചിന്തിക്കട്ടെ. സഭയ്ക്ക് നന്മ വരട്ടെ. ഇത്രയും നേരം വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മൾ കണ്ടു ഫാദർ ആന്റണി പൂതുവേലിയുടെ മാനസിക നൊമ്പരം അദ്ദേഹം എങ്ങനെയാണ് വിശ്വാസികളുടെ മുമ്പിൽ അവതരിപ്പിച്ചതെന്ന്. അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും സത്യസന്ധമാണ് എന്നുള്ളതിൽ ഇതിൽ കൂടുതൽ തെളിവിന്റെ ആവശ്യമുണ്ടോ? അദ്ദേഹം തന്നെ നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ആ പറഞ്ഞ കാര്യങ്ങളിൽ സത്യസന്ധതയുണ്ട് എന്ന് എറണാകുളത്തുള്ള എല്ലാവർക്കും ഇപ്പോൾ അറിയാം. കാരണം അതിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. മനസ്സിൽ നിന്ന് ഉയർന്നു വന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെയാണ് അദ്ദേഹം രാജിയിലേക്ക് എത്തിയത്, സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായി മാറിയത്, സഭയുടെ നന്മയ്ക്ക് വേണ്ടി ഏകീകൃത ബലിയർപ്പണം നടക്കുമെങ്കിൽ താൻ രക്തസാക്ഷിയായി മാറുവാനും തയ്യാറാണ് എന്നൊരു വൈദികൻ തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഫാദർ ആന്റണി പൂതുവേലിക്ക് മുൻപോട്ടും കർത്താവിൽ ആശ്രയിച്ചുള്ള നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുക മാത്രമേ ഞങ്ങളെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. നല്ല വൈദികർ വരട്ടെ. സഭയിൽ ഇപ്പോഴും നല്ല വൈദികരുണ്ട്, കർത്താവിനോടൊപ്പം നിൽക്കുന്നവരുണ്ട്, സഭയോടൊപ്പം നിൽക്കുന്നവരുണ്ട്, വിശ്വാസികൾക്ക് വേണ്ടി ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള വൈദികർക്ക് നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ സ്വരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലൊരു വിഷയവുമായി നിങ്ങളുടെ മുൻപിൽ വരുന്നതുവരെ നന്ദി, നമസ്കാരം.